നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ സീറ്റ് പങ്കിടൽ വിഷയത്തിൽ UDFിനുള്ളിൽ ഭിന്നത തുറന്ന പോരിലേക്ക്. ഇടുക്കി സീറ്റ് തങ്ങൾക്ക് വേണമെന്ന അവകാശവാദവുമായി ആദ്യം രംഗത്തെത്തിയത് കോൺഗ്രസ് നേതൃത്വമാണ്. ബൈക്കുകളുടെ മത്സരയോട്ടം റോഡ് കുറുകെ കടക്കുകയായിരുന്ന വയോധികൻ ബൈക്കിടിച്ചു മരിച്ചു. ഇടുക്കി പെരുമ്പിള്ളിച്ചിറ കല്ലുംപുറത്ത് അലിയാണ് മരണപ്പെട്ടത്. വേനൽക്കാലം ആരംഭിച്ചതോടെ ഒറ്റയ്യാന്മാർ മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങി വിലസുന്നത് ആളുകൾക്ക് തലവേദനയാകുന്നു. വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് പിടിയിലായി. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘമാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ സീറ്റ് പങ്കിടൽ വിഷയത്തിൽ UDFിനുള്ളിൽ ഭിന്നത തുറന്ന പോരിലേക്ക്. ഇടുക്കി സീറ്റ് തങ്ങൾക്ക് വേണമെന്ന അവകാശവാദവുമായി ആദ്യം രംഗത്തെത്തിയത് കോൺഗ്രസ് നേതൃത്വമാണ്. 25 വർഷം നിയമസഭാംഗമായ റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് തന്നെ വിള്ളലുണ്ടാക്കുന്ന തരത്തിലാണ് മുന്നണികളിലെ ഈ പട. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും UDFിനുള്ളിലെ കലഹങ്ങൾ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ പരാജയഭീതിയിലേക്ക് അണികളെ നയിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താനുള്ള അവസാന അവസരം എന്ന നിലയിലാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പലരും വിലയിരുത്തുന്നത്. എന്നാൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ മാത്രമേ റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താനാകൂ എന്ന അവകാശവാദവുമായി UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി രംഗത്തെത്തിയതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായത്. ഇടുക്കി നിയോജകമണ്ഡലത്തിൽ 9 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും 2 ബ്ലോക്ക് പഞ്ചായത്തുകളിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അധികാരത്തിലുള്ളത്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളിനെ പരാജയപ്പെടുത്താൻ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ UDF ജില്ലാ ചെയർമാനെതിരെ തുറന്ന വിമർശനവുമായി കേരള കോൺഗ്രസ് വിഭാഗം ജില്ലാ പ്രസിഡന്റും UDF കൺവീനറുമായ പ്രൊഫസർ MJ ജേക്കബ് രംഗത്തെത്തി. ഐക്യജനാധിപത്യ മുന്നണി എന്നത് നാമമാത്രമായി മാറുകയാണെന്ന ഗുരുതര ആരോപണവും ഉയർന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടുവെന്നും മത്സരിച്ച 3 സീറ്റുകളിലും കോൺഗ്രസ് തോറ്റപ്പോഴാണ് 2 സീറ്റുകളിൽ മത്സരിച്ച കേരള കോൺഗ്രസ് 1 സീറ്റിൽ വിജയം നേടി മുന്നണിക്ക് ആശ്വാസമായതെന്നും പ്രൊഫസർ MJ ജേക്കബ് തുറന്നടിച്ചു. UDF ചെയർമാൻ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്നെനിക്കറിയത്തില്ല. ശ്രീ ജോയി വെട്ടിക്കുഴി UDF ചെയർമാനാണ്. ഞാൻ UDF ജില്ലാ കൺവീനറാണ്. സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളെപ്പറ്റി പറയുന്നതിന് ഞങ്ങൾക്കൊരു പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് അപ്പുറം അഭിപ്രായം പറയുന്നത് ഒട്ടും ശരിയല്ല. ഇടുക്കി ജില്ലയിലെ 5 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുക എന്നുള്ളത് മുന്നണിയുടെ ആവശ്യമാണ്. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള ഘടകം. കഴിഞ്ഞ പ്രാവശ്യം 2 സീറ്റുകളിൽ കേരള കോൺഗ്രസ് മത്സരിച്ചു, 1 വിജയിച്ചു. കോൺഗ്രസ് 3 സീറ്റുകളിൽ മത്സരിച്ചു, 1 ജയിച്ചില്ല. ഈ യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നേതാക്കൾ പരസ്യമായി ഏറ്റുമുട്ടിയതോടെ അണികളിലും ഭിന്നത വ്യക്തമായി രൂപപ്പെടുകയാണ്. മുൻപ് ജോസഫ് വിഭാഗത്തിന് UDF 10 സീറ്റുകൾ നൽകിയിരുന്നുവെങ്കിൽ ഇത്തവണ അത് കേവലം 8 സീറ്റുകളിലേക്കായി ചുരുക്കുവാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവും അണികൾക്കിടയിൽ ശക്തമാണ്. UDFിൽ വലിയേട്ടൻ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നുവെന്ന ആരോപണമാണ് ജോസഫ് വിഭാഗം പ്രവർത്തകർ ഉയർത്തുന്നത്. ഇടുക്കി സീറ്റിനെ ചൊല്ലിയുള്ള ഈ തർക്കം മുന്നണിയുടെ ഐക്യത്തിന് തന്നെ വെല്ലുവിളിയാകുന്ന ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. സിറ്റി വിഷൻ ഇടുക്കി. ബൈക്കുകളുടെ മത്സരയോട്ടം റോഡ് കുറുകെ കടക്കുകയായിരുന്ന വയോധികൻ ബൈക്കിടിച്ചു മരിച്ചു.
ഇടുക്കി പെരുമ്പള്ളിച്ചിറ കല്ലുംപുറത്ത് അലിയാണ് മരണപ്പെട്ടത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അലിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. പെരുമ്പള്ളിച്ചിറ റൂട്ടിൽ ബൈക്കുകളുടെ അമിതവേഗവും മത്സരയോട്ടവും സ്ഥിരം അപകടമുണ്ടാക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെടുത്തുന്നു. ഇതുവഴിയുള്ള ബൈക്കുകളുടെ അമിത വേഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യങ്ങൾ നിരവധി ആയിരുന്നു. ഇതിനു മുമ്പും ഒട്ടേറെ തവണ ബൈക്ക് അപകടം നടന്നിട്ടുള്ള മേഖലയുമാണ് ഇവിടം. വേനൽക്കാലം ആരംഭിച്ചതോടെ ഒറ്റയാന്മാർ മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങി വിലസുന്നത് ആളുകൾക്ക് തലവേദനയാകുന്നു. വിരിക്കൊമ്പനും പടയപ്പയൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പരാക്രമത്തിന് മുതിർന്നതെങ്കിൽ ഒറ്റക്കൊമ്പനും ജനവാസ മേഖലകളിലേക്ക് എത്തിയതോടെ ആളുകളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകുകയാണ്. കാട്ടുകൊമ്പന്മാരെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം. മഴ മാറി വേനൽക്കാലം ആരംഭിച്ചതോടെ മുൻവർഷത്തെ എന്ന പോലെ മൂന്നാർ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാകുകയാണ്. കാടിറങ്ങി നാട്ടിലേക്കെത്തുന്ന ഒറ്റയന്മാരാണ് അധികവും ആശങ്ക തീർക്കുന്നത്. വിരിക്കൊമ്പനും പടയപ്പയുമൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പരാക്രമത്തിന് മുതിർന്നതെങ്കിൽ ഒറ്റക്കൊമ്പനും ജനവാസ മേഖലയിലേക്ക് എത്തിയതോടെ ആളുകളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാവുകയാണ്. കല്ലാറിലുള്ള മൂന്നാർ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തിയ ഒറ്റക്കൊമ്പൻ പിന്നീട് നല്ലതണ്ണി ITD ഭാഗത്തുമെത്തി. കാട്ടാന ഇവിടെ കൃഷിനാശവും വരുത്തി. കാട്ടുകൊമ്പന്മാർ ജനവാസ മേഖലയിലിറങ്ങി സ്വൈര്യവിഹാരം നടത്താൻ തുടങ്ങിയതോടെ തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ ആളുകൾ ഭയക്കുന്നു. വീടുകൾക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടാകുമോ എന്ന ഉൾഭയം എല്ലാവർക്കുമുണ്ട്. മുൻ വർഷങ്ങളിലും വേനൽക്കാലത്ത് കാട്ടാനകൾ കൂടുതലായി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയും ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കുകയും ചെയ്തിരുന്നു. കാടിറങ്ങുന്ന കാട്ടുകൊമ്പന്മാരെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം. ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന കാട്ടാനകൾ പ്രധാന റോഡുകളിലേക്കടക്കമെത്തി ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യവുമുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് പിടിയിലായി. അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘമാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പക്കൽ നിന്നും 1 കിലോയിലധികം കഞ്ചാവും നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു. അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ശശിയും സംഘവും ചെറുതോണി കൊലുമ്പൻ കോളനി പ്രദേശത്ത് നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ സൂക്ഷിച്ച 1.250 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ 24-കാരനായ രഞ്ജിത്തിനെ നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് കണ്ടെടുത്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ ദിലീപ് NK, ബിജു മാത്യു, പ്രിവന്റീവ് ഓഫീസർ മാനുവൽ NJ, സിഇഒമാരായ സുരേഷ് KM, യദുവംശരാജ്, അലി അഷ്കർ, വനിതാ CEO സിമി ഗോപി എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. 6 വർഷമായി പൂട്ടിക്കിടക്കുന്ന വട്ടവടയിലെ പച്ചക്കറി സംഭരണ കേന്ദ്രം തുറക്കാനുള്ള സാധ്യത തേടി കളക്ടർ സ്ഥലം സന്ദർശിച്ചു. വട്ടവട ഊർക്കാടുള്ള ഹോർട്ടികോർപ്പിന് കീഴിലുള്ള കേന്ദ്രത്തിലാണ് കളക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയത്. കേന്ദ്രത്തിലേക്ക് പ്രധാന പാതയിൽ നിന്ന് പച്ചക്കറികളുമായി എത്തുന്ന വാഹനങ്ങൾ കയറി വരുന്നതിനായി റോഡിന്റെ കയറ്റം കുറയ്ക്കുന്നതിനുള്ള സാധ്യത പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർമാർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ശീതകാല പച്ചക്കറികളുടെ കലവറയായ വട്ടവടയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ന്യായവില നൽകി വാങ്ങുന്നതിനും വിപണനം നടത്തുന്നതിനും സൗകര്യമൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു 2019 സെപ്റ്റംബർ 24-ന് വട്ടവടയിലെ ഊർക്കാട്ടിൽ കേരള ഹോർട്ടിക്കൾച്ചറൽ മിഷന്റെ കാർഷിക വിപണന സമുച്ചയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 2.64 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം പക്ഷേ നാളിതുവരെ തുറന്നു പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോവിലൂർ ടൗണിൽ നിന്ന് ഏറെ ദൂരെയുള്ള ഇവിടേക്ക് കർഷകർക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും സാധനങ്ങളുമായി എത്തുന്ന വാഹനങ്ങൾക്ക് പ്രധാന റോഡിൽ നിന്ന് സംഭരണ കേന്ദ്രത്തിലേക്കുള്ള കുത്തനെയുള്ള കയറ്റം കയറാൻ കഴിയാത്തതും കാരണമാണ് കേന്ദ്രം അടഞ്ഞുകിടക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിലാണ് ജില്ലാ കളക്ടറുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. പച്ചക്കറി സംഭരണ കേന്ദ്രം തുറക്കാനുള്ള സാധ്യത തേടി കളക്ടർ സ്ഥലം സന്ദർശിച്ചു. കേന്ദ്രത്തിലേക്ക് പ്രധാന പാതയിൽ നിന്ന് പച്ചക്കറികളുമായി എത്തുന്ന വാഹനങ്ങൾ കയറി വരുന്നതിനായി റോഡിന്റെ കയറ്റം കുറയ്ക്കുന്നതിനുള്ള സാധ്യത പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർമാർക്ക് കളക്ടർ നിർദ്ദേശം നൽകി.
2019 കൃഷിവകുപ്പ് മന്ത്രിയായിരുന്ന VS സുനിൽകുമാർ നേരിട്ടെത്തിയായിരുന്നു കാർഷിക വിപണന സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ഉദ്ഘാടനത്തിനും പ്രഖ്യാപനങ്ങൾക്കും അപ്പുറം ഈ കാർഷിക വിപണന സമുച്ചയം നിലവിൽ കർഷകർക്ക് പ്രയോജനമില്ലാതെ നശിക്കുന്ന സ്ഥിതിയുണ്ട്. സിറ്റി വിഷൻ, വട്ടവട. 85 വയസ്സിലും ട്രാക്കിലും ഫീൽഡിലും കുതിപ്പ് തുടരുകയാണ് പറവൂർ മുൻ MLA കൂടിയായ അന്താരാഷ്ട്ര കായിക പ്രതിഭ MJ ജേക്കബ്. ഇടുക്കി നെടുങ്കണ്ടത്ത് നടക്കുന്ന മാസ്റ്റേഴ്സ് മീറ്റിലെയും താരം മുൻ MLA തന്നെയാണ്. 80+ കാറ്റഗറിയിൽ MJ ജേക്കബ് മത്സരിച്ച മുൻനിലങ്ങളിലും സ്വർണം നേടിക്കൊണ്ടാണ് ഈ താരത്തിന്റെ കുതിപ്പ്. ഹൈസ്കൂൾ കാലമായ 1958കളിൽ തുടങ്ങിയ മെഡൽ കൊയ്ത്ത് ഇപ്പോഴും തുടരുകയാണ് MK ജേക്കബ്. സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ നിരവധി തവണ സ്വർണം നേടിയതിനു പുറമെ രാജ്യാന്തര മീറ്റുകളിലും മികവ് തെളിയിച്ചാണ് ഇത്തവണ സംസ്ഥാന മീറ്റിംഗ് ഇറങ്ങിയത്. ഹർഡിൽസിലും ലോങ് ജമ്പിലുമാണ് ഇക്കുറിയും സ്വർണം തൂക്കിയത്. അസാമാന്യ പ്രകടനത്തിന് കാണികളുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു. രാജ്യത്തെ പ്രതിനിധീകരിച്ച ജപ്പാൻ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, ഫിലിപ്പൈൻസ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലും ഫ്രാൻസ്, ഓസ്ട്രേലിയ, ഫിൻലാൻഡ്, ജർമ്മനി, അമേരിക്ക തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലും മത്സരിക്കാനും മെഡലുകൾ നേടാനുമായി. അതിരാവിലെ എഴുന്നേറ്റുള്ള ചിട്ടയായ വ്യായാമമുറകളും മുടങ്ങാത്ത പരിശീലനവുമാണ് വിന്നിംഗ് സീക്രട്ട് എന്ന് MJ ജേക്കബ് പറയുന്നു. അതുകൊണ്ട് കുറച്ച് സമയമെങ്കിലും കായികമായ യോഗയോ കരാട്ടയോ അല്ലെങ്കിൽ സ്പോർട്സിലോ ഏതിലെങ്കിലും കാര്യങ്ങളിൽ കുറച്ച് സമയം അതിനുവേണ്ടി ചെലവഴിക്കണം. മന്ത്രിയായിരുന്ന പിറവം MLA TM ജേക്കബിനെ പരാജയപ്പെടുത്തിയാണ് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കന്നി അംഗം ജയിച്ചത്. കൂടാതെ 15 വർഷത്തോളം തിരുമാറാടി പഞ്ചായത്ത് പ്രസിഡന്റായി. ഇക്കാലയളവിൽ പലതവണ മികച്ച പഞ്ചായത്തിനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു. പുതുതായി എത്തുന്ന കായിക താരങ്ങൾക്ക് ഇനിയും പ്രചോദനമായി താൻ ട്രാക്കിലും ഫീൽഡിലും ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിയാണ് ഇടുക്കിയിൽ നിന്നുള്ള MJ ജേക്കബിന്റെ മടക്കം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഭൂപ്രശ്നങ്ങൾ ഇന്ന് പല ജില്ലകളിലും നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. ഇതിന് അടിയന്തര പരിഹാരം ഉണ്ടാകണം. കർഷകർക്ക് ഉപാധിരഹിത പട്ടയമാണ് നൽകേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇൻഫാം രജത ജൂബിലി സമാപനാഘോഷങ്ങളുടെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VD സതീശൻ. കാർഷിക മേഖലയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ചെറുകിട കാർഷിക മേഖല മുതൽ തോട്ടം മേഖല വരെ ഇത് നീളുന്നു. ആധുനിക സംവിധാനങ്ങൾ കാർഷിക മേഖലയിൽ ഉപയോഗിക്കേണ്ട സമയം കഴിഞ്ഞുവെന്നും പാലുൽപാദനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് ക്ഷീരകർഷകരെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുകിട കർഷകരെയും കർഷക കുടുംബങ്ങളെയും ചേർത്ത് പിടിച്ച കാർഷിക രംഗത്ത് വിപ്ലവം തീർത്ത ഇൻഫാം കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇൻഫാം വളർന്നു. കർഷകർക്ക് ഉപാധിരഹിതമായ പട്ടയം കൊടുക്കാനുള്ള ഒരു സംവിധാനം വേണം. കർഷകർക്ക് അവരുടെ ഉൽപാദന ചെലവിനനുസരിച്ച് സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഉൽപാദന ചെലവ് പ്ലസ് 50% താങ്ങുവിലയായി നിശ്ചയിക്കുന്നത്. എത്ര ഉൽപാദന ചെലവാകും അതിന്റെ 50% കൂടി കൂട്ടിയിട്ടാണ് ഒരു കാർഷിക ഉൽപ്പന്നത്തിന്റെ തറവിലയും താങ്ങുവിലയും നിശ്ചയിക്കേണ്ടത്. ആ സ്ഥിതിയിലേക്ക് കർഷകർക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ആ മിനിമം സപ്പോർട്ട് പ്രൈസ് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങൾക്കും റബ്ബർ ഉൾപ്പെടെയുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും നമുക്കുണ്ടാകും. കർഷക മഹാറാലിയിൽ നിരവധി കർഷകർ അണിനിരന്നു. കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ രക്ഷാധികാരി മാർ ജോസ് പുളിക്കൽ അധ്യക്ഷനായി. കാഞ്ഞിരപ്പള്ളി രൂപത മുൻ ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ, മന്ത്രി റോഷി അഗസ്റ്റിൻ, ഡീൻ കുര്യാക്കോസ് MP, ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ, ദേശീയ സെക്രട്ടറി മാത്യു മാംപറമ്പിൽ, കാഞ്ഞിരപ്പള്ളി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു, ജോർജ് പൊട്ടയ്ക്കൽ, ജോയ് വെട്ടിക്കുഴി എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. ഇനി ചെറിയൊരിടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്.
ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ഇടുക്കി ഹൈറേഞ്ചിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ധനുമാസ തിരുവാതിര മഹോത്സവം നടന്നു. മലയാള മാസം ധനുവിൽ വെളുത്തവാവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിവസമാണ് കേരളീയ സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നത്. ഹിന്ദു ആചാരപ്രകാരം പരമശിവന്റെ ജന്മദിനമാണ് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം. ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാളാണ്. ഹിന്ദു ഐതിഹ്യപ്രകാരം ദക്ഷ പ്രജാപതിയുടെ മകളായ സതിയുടെ ആത്മത്യാഗത്തിന് ശേഷം കുപിതനായ പരമശിവൻ കഠിന തപസ്സിലേർപ്പെട്ടു. അടുത്ത ജന്മത്തിലും ശിവന്റെ പത്നിയായി തീരണമെന്ന ആഗ്രഹത്തോടെ സതീദേവി ഹിമവാന്റെ പുത്രിയായ പാർവതിയായി ജനിച്ചു. ശിവനെ ഭർത്താവായി ലഭിക്കുവാൻ തപസ് അനുഷ്ഠിച്ചു. എന്നാൽ ശിവന്റെ തപസ് ഇളക്കാൻ സാധിക്കാതെ വിഷമിച്ച പാർവതി കാമദേവന്റെ സഹായത്തോടെ ശിവതപസ്സിന് ഭംഗം വരുത്തുകയും ചെയ്തു. കുപിതനായ ശിവൻ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കി. പിന്നീട് കാമദേവന്റെ ഭാര്യയായ രതിദേവിയുടെ അപേക്ഷ പ്രകാരം ശിവൻ കാമനെ പുനർജീവിപ്പിച്ചു. തുടർന്ന് ശിവപാർവതിമാർ വിവാഹിതരാകുകയും ചെയ്തു. ഇതിന്റെ സന്തോഷത്തിൽ സ്ത്രീകൾ ആടിപ്പാടി ആഘോഷിച്ചതാണ് തിരുവാതിര എന്ന് കരുതിപ്പോരുന്നത്. ഇടുക്കി ജില്ലയിലെ പ്രധാന ക്ഷേത്രമായ രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഏറെ പ്രാധാന്യത്തോടെ നടത്തപ്പെടുന്ന ഒന്നാണ് ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവം. വിവാഹിതരായ സ്ത്രീകളും കന്യകമാരും ഒന്നുചേർന്ന് മഹാദേവ സന്നിധിയിൽ ശിവപ്രീതിക്കായി ചുവടുകൾ വയ്ക്കും. വിവാഹിതരായ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ നന്മയ്ക്കു വേണ്ടിയും കന്യകമാർ നല്ല ഭർത്താക്കന്മാരെ ലഭിക്കുന്നതിനുമായി ശിവഭഗവാന്റെ അനുഗ്രഹം തേടിയാണ് ക്ഷേത്രസന്നിധിയിൽ തിരുവാതിര ചുവടുകൾ വയ്ക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രസന്നിധിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ ഭദ്രദീപ പ്രകാശനം ചെയ്തു. തിരുവാതിര ഉത്സവം ഇന്ന് ഏറെ ഭക്തിപൂർവ്വം ക്ഷേത്ര സങ്കേതങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നു വരികയാണ്. എല്ലാ വർഷവും ഈ നാടിൻ്റെ ഉത്സവമായിട്ടാണ് നമ്മൾ തിരുവാതിര മഹോത്സവം ആഘോഷിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, വാർഡ് മെമ്പർ ജോഷി കന്യാകുഴി, ക്ഷേത്രം മേൽശാന്തി പുരുഷോത്തമൻ ശാന്തികൾ, മറ്റു ശാന്തിമാർ, സെക്രട്ടറി KS ലതീഷ് കുമാർ, ശാഖാ പ്രസിഡന്റ് സാബു വാവൽക്കാട്ട്, വൈസ് പ്രസിഡന്റ് VS ബിജു, സെക്രട്ടറി KP സജീവ്, മറ്റ് യൂണിയൻ ശാഖാ ഭാരവാഹികൾ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ആയിരക്കണക്കിന് ആളുകളാണ് തിരുവാതിര കാണുന്നതിനായി എത്തിയത്. തുടർന്ന് തിരുവാതിര പുഴുക്കും കഴിച്ചതിനു ശേഷമാണ് ചടങ്ങുകൾ അവസാനിച്ചത്. സിറ്റി വിഷൻ, രാജാക്കാട്.
ഇടുക്കി ജില്ലയിൽ മുളപ്പയർ ഘോഷയാത്രകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നെടുങ്കണ്ടം ചാറൽമേട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് സമാപനമായി. കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായാണ് കേരള തമിഴ്നാട് അതിർത്തിയിൽ മുളപ്പയർ ഘോഷയാത്രകൾ നടത്തുന്നത്. ജില്ലയിൽ ഏറ്റവും ആദ്യം മുളപ്പയർ ഘോഷയാത്രകൾക്ക് തുടക്കം കുറിക്കുന്നത് ചാറൽമേട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ നിന്നാണ്. ഇത്തവണയും ആ പതിവ് മുടങ്ങിയില്ല. കൂടുതൽ വിളവ് ലഭിക്കുവാനും കൃഷിയിൽ അഭിവൃദ്ധി വർദ്ധിപ്പിക്കാനുമാണ് മുളപ്പയർ ഘോഷയാത്രകൾ ഓരോ ദേശത്തും നടത്തുന്നത്. ക്ഷേത്ര ഉത്സവങ്ങളുടെ ഭാഗമായുള്ള പ്രധാന ചടങ്ങ് കൂടിയാണ് ഇത്. മകരവിളക്ക് ആചാരങ്ങളിലും പ്രധാന ചടങ്ങാണ് മുളപ്പയർ ഘോഷയാത്ര. ആഴ്ചകൾക്ക് മുമ്പ് പ്രത്യേകം തയ്യാറാക്കിയ കലശങ്ങളിൽ നിക്ഷേപിക്കുന്ന ധാന്യങ്ങൾ ഉത്സവ ദിവസം ക്ഷേത്രത്തിൽ നിന്നും പുറത്തെടുക്കും. തുടർന്ന് ദേവീദേവന്മാർക്കൊപ്പം ദേശം മുഴുവൻ ചുറ്റി വീണ്ടും ക്ഷേത്രത്തിലെത്തിക്കും. ക്ഷേത്രത്തിനുള്ളിലെത്തിച്ച ഭഗവാനെ മുളപ്പയർ കാണിക്ക വെച്ച ശേഷം ക്ഷേത്രമുറ്റത്ത് കുമ്മിയടിയും നടക്കും. തുടർന്ന് ആചാരാനുഷ്ഠാനങ്ങളോടെ മുളപ്പയർ കലശങ്ങൾ നിമജ്ജനം ചെയ്യും. മുളപ്പയർ ഘോഷയാത്രയോടെ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളായി നടന്നുവന്ന തിരുവാതിര മഹോത്സവത്തിനാണ് സമാപനമായത്. ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് TG അജി, സെക്രട്ടറി ബിനു അമ്പാടിയിൽ, ട്രഷറർ ഷിബു KK, ആഘോഷ സമിതി ഭാരവാഹികളായ ദിലീപ് സെൽവരാജ്, സജീഷ് തെക്കൽ, പ്രസാദ് കാലായിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പ്രദക്ഷിണ വഴിയിൽ മതസൗഹാർദ്ദത്തിന്റെ കുടിവെള്ളവുമായി SNDP. കോതപ്പാറ രാജഗിരി ക്രിസ്തുരാജ് ദൈവാലയ തിരുനാളിനോടനുബന്ധിച്ച് വളകോട് കുരിശടിയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിലാണ് വഴിയിൽ ദാഹജലവുമായി SNDP പ്രവർത്തകർ കാത്തുനിന്നത്. മതസൗഹാർദ്ദത്തിന്റെ പുത്തൻ മാതൃകയായത്. SNDP വളകോട് ശാഖ പ്രസിഡന്റ് ലിജോമോൻ PM, പാലക്കാവ് ശാഖാ സെക്രട്ടറി സുബീഷ് NS എന്നിവർ നേതൃത്വം നൽകി. പാലക്കാവ് SNDP ശാഖ ഉത്സവത്തിന് ആശംസയറിയിച്ച് രാജഗിരി ക്രിസ്തുരാജ ഇടവക വികാരി റഫറൻസ് ഫാദർ ജോഷി പണിയപ്പുരയ്ക്കൽ എത്തിയതും പാലക്കാവ് കുരിശടി വെഞ്ചിരിപ്പിൽ പായസ വിതരണവുമായി SNDP പ്രവർത്തകർ എത്തിയതും മതസൗഹാർദ്ദത്തിന്റെ മാതൃകയായിരുന്നു. കോതപ്പാറ രാജഗിരി ക്രിസ്തുരാജ് ദൈവാലയ തിരുനാളിന് കൊടിയിറങ്ങി. 1-ാം തീയതി മുതൽ നടന്നു വന്നിരുന്ന കോതപ്പാറ രാജഗിരി ക്രിസ്തുരാജ് ദൈവാലയ തിരുനാളിന് കൊടിയിറങ്ങി. ഇടവക വികാരി റഫറൻസ് ഫാദർ ജോഷി വാണിയപ്പുരയ്ക്കൽ തിരുനാൾ കൊടിയിറക്ക് കർമ്മം നിർവഹിച്ചു. രാവിലെ 9:30 നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് റഫറൻസ് ഫാദർ ബ്രിജേഷ് പുറ്റുമണ്ണിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പഴയ പള്ളിയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിന് ശേഷം വാഹനവെഞ്ചരിപ്പ് നടന്നു. തുടർന്ന് കൊടിയിറക്ക് നടന്നു. സേനാപതി ലയൺസ് ക്ലബിന്റെ 2025-26 വർഷത്തെ DG വിസിറ്റും ആദരിക്കലും നടന്നു. സേനാപതി ലയൺസ് ക്ലബ് ഓഫീസ് ഓഡിറ്റോറിയമാണ് ഗവർണർ സന്ദർശനത്തിന് വേദിയായത്. സന്ദർശന യോഗത്തിൽ ക്ലബ് പ്രവർത്തനങ്ങളെ ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ അഭിനന്ദിച്ചു. ക്ലബിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായിട്ടാണ് ലയൺസ് ക്ലബ് 318C ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ സേനാപതി ലയൺസ് ക്ലബിൽ സന്ദർശനം നടത്തിയത്. ലയൺസ് ക്ലബ് ഓഫീസ് ഓഡിറ്റോറിയത്തിലാണ് സന്ദർശനത്തിന് വേദി ഒരുക്കിയത്. ചടങ്ങിൽ ക്ലബിന്റെ ഭാരവാഹികൾ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ക്ലബ് പ്രസിഡന്റ് VR രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗം ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ലബിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഡിസ്ട്രിക്ട് ഗവർണർ മാർഗനിർദ്ദേശങ്ങൾ നൽകി സംസാരിച്ചു. ക്ലബിലേക്ക് വരുന്ന ഒഫീഷ്യൽ വിസിറ്റിന് വരുന്നത് ആ ക്ലബിന്റെ മിനിറ്റ്സ് ബുക്കുകൾ കൃത്യമാണോ, ആ ക്ലബിന് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള മെമ്പർഷിപ്പ്, ലീഡർഷിപ്പ് ആൻഡ് സർവീസ്, അതിനെയാണ് ബോർഡ് ഓഫ് ഡയറക്ടർ വിത്ത് ഒരു മീറ്റിംഗ്. അതുകൊണ്ട് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ട് 5 മിനിറ്റ് എടുക്കുന്നുള്ളൂ. ഐ ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലയൺ.
മൂന്നാറിൽ നടന്ന ലയൺസ് ഭാരവാഹികളുടെ യോഗത്തിനിടയിൽ വെളുപ്പിന് കെട്ടിടത്തിൽ നിന്നും താഴെ വീണ ഗുരുതരമായി പരിക്കേറ്റ ചേറ്റുകുഴി ലയൺസ് ക്ലബ് പ്രസിഡന്റ് ബിനുവിനെ അവസരോചിതമായി ഇടപെടുകയും ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിക്കുകയും ചെയ്ത സേനാപതി ലയൺസ് ക്ലബ് സെക്രട്ടറി ബേസിൽ വർഗീസിനെ ചടങ്ങിൽ ആദരിച്ചു. ഷാജി ചമേലി, വർഗീസ് ജോസഫ്, പ്രവീൺ കുമാർ, VR ശിവൻ, ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, സേനാപതി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 12,450 രൂപ, പവന് 99,600 രൂപ, വെള്ളി ഗ്രാമിന് 257 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ സീറ്റ് പങ്കിടൽ വിഷയത്തിൽ UDF-നുള്ളിൽ ഭിന്നത തുറന്ന പോരിലേക്ക്. ഇടുക്കി സീറ്റ് തങ്ങൾക്ക് വേണമെന്ന അവകാശവാദവുമായി ആദ്യം രംഗത്തെത്തിയത് കോൺഗ്രസ് നേതൃത്വമാണ്. ബൈക്കുകളുടെ മത്സരയോട്ടം റോഡ് കുറുകെ കടക്കുകയായിരുന്ന വയോധികൻ ബൈക്കിടിച്ചു മരിച്ചു. ഇടുക്കി പെരുമ്പിള്ളിച്ചിറ കല്ലുംപുറത്ത് അലിയാണ് മരണപ്പെട്ടത്. വേനൽക്കാലം ആരംഭിച്ചതോടെ ഒറ്റയ്യാന്മാർ മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങി വിലസുന്നത് ആളുകൾക്ക് തലവേദനയാകുന്നു. വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് പിടിയിലായി. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘമാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.